നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CITU-വിന്റെയും AITC-യുവിന്റെയും നേതൃത്വത്തിൽ തൊഴിലാളികൾ സംയുക്തമായി കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മണിമോഹൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. നിർമ്മാണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CITU-വിന്റെയും AITC-യുവിന്റെയും നേതൃത്വത്തിൽ തൊഴിലാളികൾ സംയുക്തമായി കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ അണിചേർന്നു. തുടർന്ന് താലൂക്ക് ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ ധർണ നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രദേശമാണ് കേരളം. ഏതാണ്ട് 1 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 864 ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട്. നമ്മുടെ നാട് മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഏത് പ്രദേശം നോക്കിയാലും ജനസാന്ദ്രത കൊണ്ട് തിങ്ങി നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് കേന്ദ്ര നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കരിങ്കല്ലോ ചെങ്കല്ലോ ഖനനം നടത്താൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആ നിയമത്തിനകത്ത് അനുശാസിക്കുന്ന നിലയിലേക്കുള്ള ഭൂവിസ്തൃതിയോ അതുപോലെ തന്നെ വീടുകളുടെ ദൂരക്കുറവോ നമുക്ക് വലിയ പ്രയാസമായി അനുഭവപ്പെടുന്നു. ചടങ്ങിൽ നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ അധ്യക്ഷനായി. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AITC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ട്രഷറർ T. നാരായണൻ, കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി രാജീവൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.